ഫാറ്റിമയിൽ 3 കുട്ടികൾക്ക് മാതാവ് ദർശനം നൽകിയതിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ഇവിടെ ഈ മുട്ടം മാതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തോടനുബന്ധിച്ച് നിങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന മരിയൻ വിചിന്തനത്തിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുന്നു. ഈ വിചിന്തന വാരത്തോടനുബന്ധിച്ച് ഇവിടെ ആയിരിക്കുന്നതിനും ഈ ആദ്യ ദിവസത്തെ ബലിയർപ്പിക്കുന്നതിനും അവസരം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയോടുള്ള ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും കാര്യത്തിൽ ലോകത്തിലെ ഒരു സഭയ്ക്കും പിന്നിലല്ല കേരള സഭ. ഒരുപക്ഷേ മാതാവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ രീതികളും വണക്കങ്ങളുമൊക്കെ അധികവും വിദേശ രാജ്യങ്ങളിലാണ് തുടങ്ങിയതെങ്കിലും ഇന്നും അവയൊക്കെ വളരെ സജീവമായി നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഏതെങ്കിലും സഭകൾ ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒന്നാം നിരയിൽ വരിക നമ്മുടെ ഈ കേരളത്തിലെ സഭയായിരിക്കും. ഒന്നും വേണ്ട, ഈ മുട്ടംപള്ളിയിൽ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ആദ്യകാല ദേവാലയങ്ങളുടെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് പ്രധാനമായും ഉണ്ടായിരുന്നത് മാതാവിൻ്റെ നാമത്തിലുള്ള മർത്ത മറിയത്തിൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങളാണ്. നമ്മുടെ പ്രശസ്തമായ എല്ലാ പുരാതന ദേവാലയങ്ങളും പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ അമ്മയുടെ നേർക്ക് ഈ കേരള സഭയ്ക്കുണ്ടായിരുന്ന ആദരവ്, സ്നേഹം, ആ അമ്മയുടെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥനകൾ, വിശേഷിച്ച് ജപമാല, നമ്മുടെ പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിലെ നമസ്കാരത്തിൻ്റെ 10 ദിവസത്തെ പ്രാർത്ഥനകളൊക്കെ ഇതുപോലെ സജീവമായി കൊണ്ടാടുന്ന വേറെ ഏതെങ്കിലും സഭ, ഏതെങ്കിലും സഭാ സമൂഹം, വിശ്വാസി സമൂഹം ലോകത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഫാത്തിമയിലോ ലൂർദിലോ അതുപോലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ സവിശേഷമായ വിധമുണ്ടായിരിക്കാം. അതല്ലാതെ ഇടവകൾ തോറും കുടുംബങ്ങൾ തോറും ഇതുപോലെ മാതൃഭക്തിയിൽ വളർന്നു വരുന്ന ഒരു സമൂഹം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം. കഴിഞ്ഞ 2000 വർഷമായിട്ട് തോമാശ്ലീഹായിൽ ലഭിച്ച വിശ്വാസ പാരമ്പര്യം അഭംഗുരം കാത്തു സൂക്ഷിക്കുന്നതിൽ ഈ സഭയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഒരു സ്രോതസ്സ് ഈ അമ്മയോടുള്ള സ്നേഹമാണെന്ന് ഞാൻ കരുതുന്നു. ഈ അമ്മയുടെ നാമത്തിൽ പള്ളികൾ മാത്രമല്ല, നമ്മുടെ വീടുകളിൽ പണ്ട് 3 അതിലധികവും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മിക്കവാറും ഒരു പെൺകുട്ടിയുടെ പേര് മരിയ, മേരി എന്നായിരിക്കും. മേരി എന്നുള്ള വാക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിൻ്റെ വകഭേദങ്ങൾ മേരി, മേരിക്കുഞ്ഞ്, മറിയക്കുട്ടി, മറിയം, ഇങ്ങനെ പല രീതിയിൽ മാതാവിനെ നമ്മൾ സ്വന്തമാക്കാനായിട്ട് കുടുംബങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ദേവാലയങ്ങൾ മാതാവിൻ്റെ പേരിലുള്ള ദേവാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ആ രീതിയിലും ആ വണക്കം നമ്മൾ തുറന്നുകൊണ്ട് പോകുന്നു. അതുകൂടാതെ ധാരാളം സന്യാസ സഭകൾ, അത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ധാരാളം സന്യാസ സഭകൾ മാതാവിൻ്റെ പേരിൽ നമ്മുടെ കത്തോലിക്ക സഭയിലുണ്ട്. അങ്ങനെ എങ്ങനെ നോക്കിയാലും ഈ മാതൃഭക്തി സവിശേഷമാം വിധം പാലിച്ചു പോരുന്ന ഈ സഭാ സമൂഹത്തിൽ ഇന്ന് ഇവിടെ ഈ മുട്ട ഇടവകയിൽ മാതാവിൻ്റെ ഫാത്തിമ ദർശനത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് നിങ്ങൾ ഒരു മരിയൻ വിചിന്തന വാരം തുടങ്ങി വയ്ക്കുന്നതിൽ ഉള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ അവസരത്തിൽ പങ്കുവയ്ക്കുക. നമുക്കറിയാം, നമ്മുടെ അടുത്ത കാലത്തെ മാർപ്പാപ്പമാർ ഇന്ന് 12-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ ഫാത്തിമയ്ക്ക് പോകുന്നു. മാതാവിൻ്റെ ദർശനം ലഭിച്ച ആ 13-ാം തീയതിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. ഇതിനു മുമ്പ് പോളാറാമൻ മാർപ്പാപ്പ ഒരിക്കൽ പോയിട്ടുണ്ട്. ജോൺ പോൾ II മാർപ്പാപ്പ 3 പ്രാവശ്യം ഫാത്തിമയിൽ പോയി. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ഒരിക്കൽ പോയി. ഇതിനകത്ത് ജോൺ പോൾ II മാർപ്പാപ്പയായിരിക്കാം ഒരുപക്ഷേ ഈ എല്ലാ മറ്റു മാർപ്പാപ്പമാരെ അപേക്ഷിച്ച് ഈ ഫാത്തിമ മരിയൻ ഭക്തിയോട് വളരെയേറെ താല്പര്യം കാണിക്കുകയും ഫാത്തിമയിലെ മറിയത്തോട് തന്നെയല്ല, മറിയമെന്ന നാമത്തോട് ഏറെ സ്നേഹവും ആദരവും ബന്ധവും പ്രകടിപ്പിച്ചിട്ടുള്ള മാർപ്പാപ്പയാണ് ജോൺ പോൾ II മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ കോട്ട് ഓഫ് ആംസിൽ മുഖമുദ്രയായി കൊടുത്തിരിക്കുന്നത് എം എന്നൊരു വലിയ അക്ഷരമുണ്ടായിരുന്നു. എം, മേരി, മരിയ എന്ന വാക്കിനാണ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കോട്ട് ഓഫ് ആംസിൽ തോത്തൂസ് തൂസ്, എല്ലാം നിൻ്റേതാണ് അമ്മ, എല്ലാം ഞാൻ മുഴുവൻ നിൻ്റേതാണ് എന്ന ഒരു 2 ലത്തീൻ വാക്കുകൾ കൂടി അദ്ദേഹത്തിൻ്റെ ആ കൊടിയിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ആ മാർപ്പാപ്പ നമസ്കാരത്തിൽ നമുക്കറിയാം 5 രഹസ്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് അത് കുറേയും കൂടി പൂർണ്ണമാക്കാനായിട്ടൊരു ശ്രമം നടത്തിയ മാർപ്പാപ്പയാണ് ജോൺ പോൾ II മാർപ്പാപ്പ.
അപ്പോൾ ഈ മാർപ്പാപ്പമാർ ലൂസി ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ മാർപ്പാപ്പമാർ 4 പേരും അവിടെ പോകുന്ന. ഫ്രാൻസിസ് മാർപ്പാപ്പ ചെല്ലുമ്പോൾ ലൂസി അവിടെ ഇല്ല, സിസ്റ്റർ ലൂസി ഇല്ല. ബാക്കി 3 മാർപ്പാപ്പമാർക്കും ലൂസിയുമായിട്ട് കാണുന്നതിനും അവിടുത്തെ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഈ ദർശനത്തെപ്പറ്റി കൂടുതൽ അവബോധം സഭാസമൂഹത്തിന് കൊടുക്കുന്നതിനുമൊക്കെ കാരണമായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ വലിയൊരു ഭാഗ്യമുണ്ടായി. ഞാൻ ഓർക്ക് 1980 നമ്മുടെ മെത്രാപ്പൊലീത്ത അഭിവന്യ കർദിനാൾ പാറേക്കാട്ടിൽ തിരുമേനിയുടെ കൂടെ ഫാത്തിമ സന്ദർശിക്കുന്നതിനും ഈ സിസ്റ്റർ ലൂസി താമസിക്കുന്ന കോൺവെൻറ്റിൽ, അത് മിണ്ടാമിടമാണ്, അവിടെ പ്രവേശിക്കുന്നതിനും ലൂസിയോട് സംസാരിക്കുന്നതിനുമൊക്കെ അവസരം കിട്ടി. ദർശനം കിട്ടിയ സ്ഥലങ്ങൾ ജസീന്തയുടെയും ഫ്രാൻചെസ്കോയുടെയും ഒക്കെ കബറിടങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഭാഗ്യം കിട്ടിയ കാര്യം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മാതാവിനോടുള്ള വലിയ ഭക്തി ഇതേപ്പറ്റി നമ്മുടെ കർദിനാൾ പാറേക്കാട്ടിൽ തൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ കുറിച്ചു. ഞാൻ എല്ലാ ദിവസവും ജപമാല ചെല്ലുന്ന ആളാണ്. എനിക്ക് ഓർമ്മ വെച്ച നാൾ തൊട്ട് കുടുംബ പ്രാർത്ഥനയോടുകൂടെ അല്ലാതെയൊക്കെ എന്നും ഞാൻ ജപമാല ചെല്ലുന്ന ആളാണ്. പക്ഷേ ഫാത്തിമയിൽ ഞാൻ ജപമാല ചൊല്ലിയപ്പോൾ എനിക്കുണ്ടായതുപോലുള്ള തീവ്രമായ ഒരു അനുഭവം ഒരിക്കലും മറ്റ് സമയങ്ങളിൽ എനിക്കുണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നമ്മുടെ കർദിനാൾ പാറേക്കാട്ടിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇത് 3 മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടൊരു വാക്യമാണ് ഞാൻ എൻ്റെ ഈ വിചിന്തനത്തിന് അടിസ്ഥാനമായിട്ട് എടുക്കുന്നത്. ആ വാക്യം ഇതാണ്: നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത്. എന്നിട്ട് യോഹന്നാനെ പറ്റി യേശു പറയുക, കത്തി ജ്വലിക്കുന്നൊരു വിളക്കായിരുന്നു യോഹന്നാൻ. അല്പസമയത്തേക്ക് അവൻ്റെ വെളിച്ചത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ സന്നദ്ധരുമായിരുന്നു. അല്പസമയത്തേക്ക്. പക്ഷെ ഞാൻ വന്നത് ഈ അല്പസമയത്തിന് വേണ്ടിയല്ല. ഞാൻ വന്നത് നിങ്ങൾക്ക് നിത്യരക്ഷ നൽകാൻ വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ താല്പര്യം കാണിച്ചത് സ്നാപകൻ യോഹന്നാൻ്റെ ഒരു താൽക്കാലിക അല്പസമയത്തേക്കുള്ള വെളിച്ചത്തിൽ സന്തോഷിക്കാൻ, ആഹ്ലാദിക്കാനാണ് നിങ്ങൾ താല്പര്യം കാണിച്ചത്. ഇന്നലെ എറണാകുളം രൂപതയിലെ വൈദികരുടെ മാസധ്യാന, ഫൊറോന തലത്തിലുള്ള മാസധ്യാനമായിരുന്നു. ഞാൻ കിഴക്കമ്പലം ഫൊറോനയിലാണ് താമസിക്കുന്നത്. അവിടെ ഇന്നലെ ഞങ്ങൾക്ക് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കാൻ വന്നത് നമ്മുടെ അഭിവന്യ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവാണ്. പിതാവ് ഞങ്ങളുമായിട്ട് പങ്കുവച്ച ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയുക. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇന്ന് എല്ലാ മേഖലകളിലും ഒരു കാര്യം ചെയ്താൽ ഉടനെ ഫലം കിട്ടണം, ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഒരല്പം കഴിഞ്ഞിട്ടതിൻ്റെ ഫലം കിട്ടിയാൽ മതി എന്ന ചിന്ത പൊതുവെ നമ്മുടെ ജീവിതത്തിൽ കാണാറില്ല. ഉദാഹരണത്തിന് കൊച്ചി അറിയാവുന്നവർ അവിടെ ചില പ്രശസ്തമായ ചില ക്രിസ്ത്യാനികളുടെ കത്തോലിക്കരുടെ കടകളുണ്ടായിരുന്നു. അതെല്ലാം അസ്തമിച്ചു പോയി. അതേസമയം ചില കടകൾ, പാർത്താസ്, ശീമാട്ടി പുള്ള കടകളൊക്കെ എത്രയോ നാളായിട്ട് സുന്ദരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കടകൾ മിക്കവാറും ഒക്കെ പൂട്ടിപ്പോയി. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, നമ്മളൊരു കട തുടങ്ങിയാൽ 6 മാസത്തിനകം ഇറക്കിയ മുതലും പലിശയും ലാഭവും കിട്ടിയിരിക്കണം. അല്പം നേരം കാത്തിരിക്കാൻ നമുക്ക് നേരമില്ല. എന്ത് പ്രസ്ഥാനം തുടങ്ങിയാലും പിറ്റേ ദിവസം നമുക്ക് ലാഭം കിട്ടണം. ഇത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും കണ്ടുവരുന്നു എന്നാണ് പിതാവ് സൂചിപ്പിച്ചത്. ഉടനെ ഫലം കിട്ടുന്ന പ്രാർത്ഥനകൾക്ക് നമ്മൾ പോകും. നിത്യരക്ഷയ്ക്ക് കാരണമാവുന്ന യേശു പറഞ്ഞതുപോലെ ഞാൻ വന്നത് നിങ്ങൾക്ക് നിത്യരക്ഷ നൽകാൻ വേണ്ടിയാണ്. അപ്പം നിത്യരക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് പകരം പലപ്പോഴും ആധ്യാത്മിക ജീവിതത്തിൽ ഇമ്മീഡിയറ്റായിട്ട് കിട്ടുന്ന ഫലങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ പരീക്ഷ പാസ്സാകണം. അത് ആവശ്യമാണ്, അല്ല എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ നിത്യരക്ഷയെപ്പറ്റി പലപ്പോഴും പരിഗണിക്കാതെ പോകുന്നു എന്ന് ഇന്നലെ പിതാവ് പങ്കുവെച്ചത് ഞാൻ ഓർക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് 3 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 3 മാതാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്നാമത്തൊരു സംഭവം കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവിൻ്റെ സാന്നിധ്യമാണ്. ഞാനിത് പറഞ്ഞു വരാൻ കാരണം, നമ്മൾ നിത്യരക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ മാതാവിനോടുള്ള ബന്ധവും ഭക്തിയും വണക്കവും ഒക്കെ കൊണ്ടു നടക്കാൻ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മാതാവ് നിങ്ങൾക്കറിയാം, യഹൂദരുടെ നാട്ടിൽ ഒരു കല്യാണത്തിന് വീഞ്ഞ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൽ ഒരു വലിയ ആളുകളെ വിളിച്ച് സദ്യ കൊടുത്തിട്ട് ചോറും കറിയും തികഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇത്രയും ഒരു നാണക്കേട് ആ പരിപാടി നടത്തിയവനുണ്ടാകാനില്ല. ക്ഷണിച്ച ആ വീട്ടുകാരൻ ഇതുപോലൊരു നാണക്കേട് വേറെ ഉണ്ടാകാനില്ല. 1000 പേരെ വിളിച്ചു, പക്ഷേ 800 പേർക്ക് ഭക്ഷണം തികഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു നാണക്കേട് വേറെയില്ല.
ഇതുപോലെ ആ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഇതിനേക്കാളൊരു നാണക്കേട് വരാനില്ല. അവിടെയാണ് മാതാവ് രംഗത്തേക്ക് വരിക. അവരുടെ നാണക്കേടിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ പുത്രനായ ഈശോയുടെ അടുത്ത് അവൾ വാദിക്കുക. അവർക്ക് വീഞ്ഞില്ല, നീ ചെയ്യേണ്ടത് ചെയ്യുക. അങ്ങനെ വലിയൊരു നാണക്കേടിൽ നിന്ന് ആ കുടുംബത്തെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ അവരോടൊപ്പം ആയിരിക്കാൻ എങ്ങനെയെങ്കിലും അവർക്കൊന്ന് കൈകൊടുത്ത് അവരെ ഒന്ന് കൈകൊടുത്തി ഉയർത്താനായിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാതെ നമ്മൾ എങ്ങനെയാണ് നിത്യരക്ഷയിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തുക? ഇത് താൽക്കാലിക ഒരുക്കമല്ല. ജീവിതകാലം മുഴുവനും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ, മറ്റുള്ളവരുടെ കുറവുകളിൽ, മറ്റുള്ളവരുടെ പോരായ്മകളിൽ, അവരുടെ സന്തോഷങ്ങളിൽ അവരോടൊപ്പം ആയിരിക്കാനായിട്ടുള്ള ശ്രമം ദൈനംദിനമെന്നോണം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നിത്യരക്ഷയല്ല നമ്മുടെ ലക്ഷ്യമായിട്ട് വരിക. രണ്ടാമത്തെ ഒരു സംഭവം, മാതാവ് മാലാഹയുടെ വചനം ശ്രവിച്ച് അവളിൽ യേശു രൂപപ്പെട്ടു തുടങ്ങുന്ന ആ ദിവസങ്ങളിലാണ് തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് 6 മാസം ഗർഭിണിയായ അവൾക്ക് തൻ്റെ സാന്നിധ്യം, സഹായം ആവശ്യമുണ്ട് എന്നറിഞ്ഞിട്ട് ദീർഘമായൊരു യാത്ര ചെയ്ത് ഐൻ കരീം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് തൻ്റെ ചാർച്ചക്കാരിയെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതും ആദ്യത്തെ സംഭവം പോലെ തന്നെ മറ്റുള്ളവരുടെ, അവൾ തന്നെ ഗർഭിണിയായിരിക്കെ തൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറ്റിവെച്ച് എന്നേക്കാൾ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്താണെന്ന് തിരിച്ചറിഞ്ഞ് അവളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ദീർഘമായൊരു യാത്ര ചെയ്ത് അവിടെ ചെല്ലുന്ന സംഭവം നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. അപ്പോഴും മാതാവിൻ്റെ ശ്രദ്ധ മറ്റുള്ളവരുടെ കാര്യത്തിലായിരുന്നു. മൂന്നാമത്തെ ഒരു സംഭവം ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ജെറൂസലത്ത് പെസഹ തിരുനാൾ ആഘോഷിക്കാൻ പോന്നു. തിരിച്ചു പോന്നപ്പോൾ കൊച്ചു കൂടെ ഉണ്ടോയെന്ന് ഔസേപ്പും മാതാവും നോക്കിയില്ല. കാരണം എന്താ? അവർ കൂട്ടുകാരുടെ കൂടെയും നാട്ടുകാരുടെ കൂടെയാണ് യാത്ര ചെയ്ത്. അവരുടെ കൂടെ കാണുമെന്നങ്ങ് വിശ്വസിച്ചു. അയൽക്കാരുടെ കൂടെ മകൻ കാണുമെന്ന് വിശ്വസിച്ചു. ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോഴാണ് കൊച്ചു കൂടെയില്ല എന്ന് മനസ്സിലാകുന്നത്. അപ്പോഴാണ് തിരിച്ചവിടെ പോയി 3-ാം ദിവസം അവിടെ ചെന്ന് വേദശാസ്ത്രികളുമായിട്ട് തർക്കിച്ചിരിക്കൽ അവരുടെ പുത്രനെ കണ്ടെത്തുന്നത്. ഞാൻ പറയുന്നത്, മറ്റുള്ളവരിൽ വിശ്വാസം അർപ്പിക്കാൻ ഈ കുടുംബത്തിന് സാധിച്ചു. ഇവരാരും, നമ്മളുടെ മനുഷ്യരാരും നമ്മുടെ ശത്രുക്കളല്ല. ഇത് നമ്മളെല്ലാവരും മറ്റുള്ളവരെ ശത്രുക്കളായിട്ടാണ് കാണുക. എന്ന് പറഞ്ഞാൽ ഒരുത്തിന് നന്മയുണ്ടാകുന്നത്, ഒരുത്തിന് ഉയർന്നു വരുന്നത്, ഒരുത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന, ഒരു ജോലി കിട്ടുന്നത്, അഡ്മിഷൻ കിട്ടുന്നതൊക്കെ നമുക്ക് എവിടെയോ വിഷമമുണ്ടാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വിശ്വാസം അർപ്പിക്കാൻ മറ്റുള്ളവരൊക്കെ തമ്പുരാൻ്റെ മക്കളാണെന്നും അവരെയൊക്കെ മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്, എത്ര കൊടും പാവിയാണെങ്കിലും അവനും തമ്പുരാൻ സൃഷ്ടിച്ചവനല്ലേ, തമ്പുരാൻ്റെ മകനോ മകളോ അല്ലേ. ഒരാളെയും നമുക്ക് തള്ളിക്കളയാതിരിക്കുക. മാർപ്പാപ്പ പറയുന്ന പോലെ നമ്മളെല്ലാവരും മുറിവേറ്റ മനുഷ്യരാണ്. നമ്മൾ ആർക്കും ഒന്നും അഹങ്കരിക്കാനായിട്ടില്ല. എല്ലാവരും മുറിവേറ്റ മനുഷ്യരാണ്. ഈ ലോകവും ഈ സഭയും നമ്മുടെ കുടുംബവും നമ്മുടെ ഇടവകയും ഒക്കെ മുറിവേറ്റ മനുഷ്യരുടെ കൂട്ടായ്മയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കാനേ ഉള്ളൂ, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുപറ്റാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് നമ്മൾ മരിയൻ വിചിന്തനങ്ങൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ കാര്യത്തിലുണ്ടാകുന്ന ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടതാണ്. നിത്യ സൗഭാഗ്യം നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തെപ്പറ്റി തീർച്ചയായിട്ടും ചിന്ത വേണം, നമ്മുടെ അയൽവാസികളെപ്പറ്റി, ബന്ധുക്കളെപ്പറ്റി, മിത്രങ്ങളെപ്പറ്റി. പക്ഷേ മനുഷ്യവംശത്തെപ്പറ്റിയുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ഛായ പേറുന്ന മനുഷ്യരാണ്. ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ നമ്മളെല്ലാം ആ ദൈവത്തിൻ്റെ മക്കളാണ്. ആ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ പരസ്പരം സഹോദരങ്ങളാണ്. നമുക്കാരെയും ഈ ലോകത്തിൽ തള്ളിപ്പറയാനില്ല. എത്ര കൊടും പാപിയാണെങ്കിലും, എത്ര ദുശ്ശീലങ്ങളുള്ളവനാണെങ്കിലും അവനൊക്കെ ദൈവത്തിൻ്റെ മുഖച്ഛായ പേറുന്ന മനുഷ്യരാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് അമ്മ നമുക്കങ്ങനെ വലിയൊരു മാതൃക, മറ്റുള്ളവരെ പറ്റിയുള്ള കൺസേൺ, മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യമുണ്ടാകാനായിട്ടുള്ള ഒരു ചിന്ത ഈ അമ്മ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. വേറെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ആദ്യത്തെ പ്രസവം തന്നെ ഒരു പശുത്തൊഴുത്തിൽ നടത്തേണ്ട ഗതികേടുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കുക. കൈക്കുഞ്ഞുമായിട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ട ഗതികേടുണ്ടായിരിക്കുക. ഭർത്താവ് അറിയാതെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഭാര്യയെ കുഴപ്പത്തിൽ ചാടിക്കാതെ, മറ്റുള്ളവരുടെ മുന്നിൽ അവമാനപാത്രമാക്കാതെ രഹസ്യത്തിൽ അവൾ ഉപേക്ഷിച്ച് കളഞ്ഞ് കുടുംബത്തിൽ സമാധാനം പാലിക്കാൻ ശ്രമിക്കുക. എന്തെല്ലാം പാഠങ്ങളാണ് ഈ തിരുക്കുടുംബത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള വിചിന്തനങ്ങൾ നടത്തുമ്പോൾ ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക.
ആത്യന്തികമായിട്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത് ഈശോയിലൂടെ നമുക്ക് ലഭ്യമായ നിത്യരക്ഷയാണെന്ന് ഓർത്തിരിക്കുക. ആ നിത്യരക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവത്തെ തീർച്ചയായിട്ടും ആരാധിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യണം, ഒപ്പം മനുഷ്യരെയും. അതല്ലേ യോഹന്നാൻ നമ്മളോട് പറഞ്ഞത്? ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്താൽ നിൻ്റെ ദൈവസ്നേഹം പച്ചക്കള്ളമാണ്. സഹോദരങ്ങളിലൂടെ ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കണം. അതാണ് മാതാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം. സഹോദരങ്ങളിലൂടെ ദൈവസ്നേഹത്തിൽ വളരാനായിട്ട് പരിശ്രമിക്കുക. ദൈവകൃപ ലഭിച്ചവളാണ്. ആർക്കാണ് ദൈവകൃപ ലഭിക്കുക? എത്രയോ സ്ത്രീകൾ ആ നാട്ടിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മാതാവിനെ ഒരു പാത്രമായിട്ട് തമ്പുരാൻ തിരഞ്ഞെടുത്തത്? നന്മ നിറഞ്ഞ മറിയമായിരുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ കൃപയോട് പ്രത്യുത്തരിക്കാനുള്ള സന്മനസ്സുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നത് കൊണ്ട് തന്നെയാണ് മാതാവിനെ പ്രത്യേകമായിട്ട് തമ്പുരാൻ തിരഞ്ഞെടുത്തത്. ഇതുപോലെ തമ്പുരാൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരായിട്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് ഇവിടെയും നടക്കണം. അങ്ങയുടെ തിരുമനസ് പോലെ അങ്ങയുടെ തിരുമനസ് എന്നിൽ യാഥാർത്ഥ്യമായിട്ട് തീരണം. ഞങ്ങളുടെ സമൂഹത്തിൽ യാഥാർത്ഥ്യമായിരുന്നു. നിൻ്റെ രാജ്യം ഇവിടെയും യാഥാർത്ഥ്യമായിട്ട് തീരണം. ഇത് നമ്മുടെ പരിശ്രമം കൊണ്ട് നമുക്ക് സാധിക്കും. ഞാനും നിങ്ങളും തമ്പുരാനാൽ ക്ഷണിക്കപ്പെട്ടവരാണ്. മാമോദീസയിലൂടെ നമുക്ക് തമ്പുരാൻ്റെ വിളി കിട്ടി. ഈ തമ്പുരാൻ നമ്മളെ വിളിച്ച്, ഞാൻ ആൻ്റണി എന്ന പേരിൽ തോമസിൻ്റെയും ത്രേസ്യാമ്മയുടെയും മകനായിട്ട് ജനിച്ചത് ഞാൻ ചോദിച്ചിട്ടല്ല, എനിക്ക് തമ്പുരാൻ നൽകിയ വിളിയാണ്. ഞാനിന്നൊരു വൈദികനായിരിക്കുന്നത് എൻ്റെ ഇഷ്ടം കൊണ്ടല്ല. ഇവിടെ ഇരിക്കുന്ന പിള്ളേരാരെങ്കിലും പിതാവിൻ്റെ അടുത്ത് നിന്ന് പിതാവ് എനിക്ക് അച്ഛനാകണം എന്ന് പറഞ്ഞാലൊന്നും അച്ഛനാക്കില്ല. പിതാവ് തിരഞ്ഞെടുത്ത് വിളിച്ചാൽ മാത്രമേ പട്ടം സ്വീകരിക്കാനുള്ള യോഗ്യത നമുക്ക് ലഭിക്കൂ. അപ്പം നമ്മളെയൊക്കെ തമ്പുരാൻ വിളിച്ചിരിക്കുക, ലോകത്തിൻ്റെ പ്രകാശമാകാൻ, ഭൂമിയുടെ ഉപ്പാകാനായിട്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിച്ചും മറ്റുള്ളവർക്ക് നന്മ ചെയ്തും മാതാവിൻ്റെ മാതൃക പിൻചെന്ന് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്ന, സഹോദരങ്ങളെ ശുശ്രൂഷിക്കുന്ന നല്ല മനുഷ്യരായി നിത്യരക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രയാണം ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ.